ഭൂമിയിലെ മറ്റൊരു സ്വർഗത്തിലേക്കാണ് ഈ യാത്ര. പ്രകൃതിയുടെ മുഴുവൻ മനോഹാരിതയും നെഞ്ചിലേറ്റിയ മണ്ണ് കൂക്കൽ. കൊടൈക്കനാലിലും കൂക്കലിലെയും പൂണ്ടിയിലും അതായത് മൊത്തം ഭാഗം നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ. ഇപ്പോൾ ഈ സമയത്ത് മഴയ്ക്കൊപ്പം നല്ല കോടയും വരുന്നുണ്ട്. എന്തായാലും ഈ കൊടൈക്കനാൽ വന്നാൽ പൂണ്ടി കാണണം. പൂണ്ടിക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ കൂക്കൽ സ്ഥലം വരുന്നത്. കൊടൈക്കനാൽ നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ നീണ്ട യാത്ര. പൈൻമരങ്ങൾക്കിടയിലൂടെ ഇളം തണുപ്പേറ്റ് നടക്കാം. ചുറ്റുമുള്ള നനഞ്ഞ പച്ചപ്പ് ഹൃദയത്തെ ശുദ്ധീകരിക്കും. കാട് ഏതാണ്ട് അവസാനിക്കാറായപ്പോൾ വഴിനീളെ തമിഴ് സിനിമാ ലൊക്കേഷൻ കാഴ്ചകൾ. റോഡിന് കുറുകെ കാലികളെ മേയ്ക്കുന്ന കൂട്ടം. മന്നവന്നൂരിലെ കാഴ്ച കണ്ട് മുന്നോട്ടു പോയാൽ കൂക്കൽ ഗ്രാമത്തിലെത്താം. കൂക്കലിന് ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നിലവിൽ നമ്മൾ കണ്ടില്ലേ ക്ലാവര ഭാഗത്ത് ഈ തട്ടായിട്ട് കൃഷി രീതി, അതാണ് ഈ ഭാഗത്ത്. പക്ഷേ തൊട്ടപ്പുറം സൈഡ് നോക്കുമ്പം നമ്മൾ മന്നവന്നൂർ ഭാഗത്ത് കണ്ട പോലെ തന്നെ നീണ്ട ഇങ്ങനെ പുൽമേടില്ലേ, ആ ഭാഗം കാണാൻ വേണ്ടി പറ്റും. എന്നാൽ വരുന്ന വഴിയാണെങ്കിൽ മൊത്തം പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു റോഡ്, രണ്ട് സൈഡും പൈൻ ഫോറസ്റ്റ്. അതായത് എല്ലാത്തിൻ്റെ ഒരു സമ്മിശ്രമാണ് കൂക്കൽ എന്ന ഗ്രാമം എന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. കൂക്കൽ തടാകമാണ് പ്രധാന കാഴ്ചാ വിസ്മയം. നമ്മൾ ആമ്പല് മൊത്തം അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ആ സമയം ആലോചിച്ച് നോക്കില്ലേ, എന്തൊരു രസമായിരിക്കും കാണാൻ ലേക്ക്. നൈസ്. പിന്നെ കൃഷിയാണ് മെയിൻ വരുമാന മാർഗ്ഗം എല്ലാവരുടെയും. നിലവിൽ തന്നെ വെളുത്തുള്ളി കൃഷിയുണ്ട്, അതോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയുണ്ട്, ക്യാരറ്റ് കൃഷിയുണ്ട്. അതായത് സെയിം കൃഷി. അതായത് നമ്മൾ ക്ലാവരയിലും പൂണ്ടി ഭാഗത്തൊക്കെ കണ്ട അതേ കൃഷി തന്നെയാണ് ഈ ഭാഗത്തും ചെയ്യുന്നത്. പക്ഷെ ക്ലൈമറ്റ് രക്ഷയില്ല കേട്ടോ. ആ മലമുകളിൽ മൊത്തം കോട. ദൂരക്കാഴ്ചയിൽ അതീവ സുന്ദരി. കൂക്കലിലെ അടുത്ത മാന്ത്രികത തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടമാണ്. കൂക്കൽ ലേക്ക് തൊട്ടടുത്തുനിന്ന് ഈ കാണുന്ന റോഡ് നേരെ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നേരെ എത്തുന്നത് കൂക്കൽ വില്ലേജിലെത്തും. നേരെ മറിച്ച് ആ റോഡാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ നേരെ വാട്ടർഫോൾസ്. അപ്പോൾ നമ്മളെന്തായാലും വാട്ടർഫോൾസ് വിടാൻ പോവാണ്. അങ്ങനെ വാട്ടർഫോൾസ് അന്വേഷിച്ച് നടന്ന് ഇങ്ങെത്തി. അതായത് നമ്മൾ കണ്ട ലേക്കിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം വരണം. നല്ല ക്ലൈമറ്റ് ആട്ടോ. പക്ഷേ വന്നപ്പോഴോ കണ്ട ബോർഡ് കണ്ടോ, നോ എൻട്രി. അതായത് നമ്മുടെ കണ്ണ് നേരിട്ടെത്തുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഇറക്കുകയാണ്, പോയി കണ്ടേച്ച് വാ. കാണാനും അനുഭവിക്കാനും ഇനിയും ഏറെയുണ്ട് ഈ സ്വർഗഭൂമിയിൽ.